മിനിസ്ട്രി പുതിയ ബില്ല് പാസ്സാക്കിയത് നിയമമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അക്രമകാരിയായ ഒരു മൃഗത്തെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പുതിയ നിയമം പാസ്സായി കഴിഞ്ഞാൽ നിലവിലുള്ള നിയമമനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതില്ല. അതിന് കാരണം വന്യജീവികളുടെ അക്രമവും മരണവും കേരളത്തിൻ്റെ സവിശേഷ ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിബന്ധനകളിൽ ഇളവ് വന്നാൽ ജില്ലാ കളക്ടർമാർക്ക് തന്നെ അതാത് സന്ദർഭത്തിൻ്റെ പ്രാധാന്യം സാഹചര്യം മനസ്സിലാക്കി ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടി ലഭ്യമാവുകയാണ്. അപ്പോൾ നേരത്തെ നമുക്ക് അനുഭവപ്പെട്ടത് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള കാലതാമസമാണ്. ഈ കാലതാമസമാണ് ജനങ്ങളെ ക്ഷുഭിതരാക്കിയത്. ഈ ബില്ല് പാസ്സാക്കുന്നതിലൂടെ രാഷ്ട്രപതിയോട് കേരളത്തിലെ മലയോര കർഷകരുടെ ജീവൻ സംരക്ഷിക്കാൻ, ഭയാശങ്കകൾ കൂടാതെ ജീവിക്കാൻ, കൃഷി ചെയ്ത് ജീവിക്കാൻ അവരെ അനുവദിക്കുന്ന ഈ ഭേദഗതിക്ക് അംഗീകാരം നൽകണമെന്ന് ഈ ബില്ല് ഫലത്തിൽ പറഞ്ഞാൽ രാഷ്ട്രപതിയോടുള്ള ഒരു ദയാഹരയാണ്. ഈ ഇത്തരത്തിൽ ഇങ്ങനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ തീരുന്നതാണോ ഈ പ്രശ്നം? അത് ഒരു വശമാണ്. പ്രശ്നത്തിൻ്റെ ശാശ്വത പരിഹാരമല്ല. നിലവിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും ഇല്ല എന്ന ചോദ്യത്തിന് ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഇത്രയും ചെയ്യാൻ കഴിയും. ഇത് കാലാകാലത്തേക്ക് എല്ലാ സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും വെടിവെക്കാമെന്നല്ല. ഒരു സവിശേഷം ഇപ്പം സ്ഥിരമായി ഉണ്ടാകുന്നു. അപ്പോൾ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. 6 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ ഒക്കെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, ആളുകൾ മരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അതൊരു പതിവ് സംഭവമായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു സവിശേഷ സാഹചര്യമാണ്. അത്തരം സവിശേഷ സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാനാവും? ഇന്നത്തെ വ്യവസ്ഥകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യും കാലും കെട്ടിയിടുന്ന വ്യവസ്ഥകളാണ്. അതിൽ നിന്നും മോചനമായാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ത്വരിതഗതിയിലുള്ള രക്ഷാ നടപടികളും ആശ്വാസ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കും. പക്ഷേ വ്യാപകമായ കൃഷിനാശമാണ് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്. അത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പരിഹാരം ഈ ബില്ലിൻ്റെ അകത്ത് എവിടെയും നിർദ്ദേശം അല്ല. ഈ ബില്ലിൽ നമ്മൾ വേണ്ടത് താങ്കൾ പറഞ്ഞതുപോലെ മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുക മാത്രമല്ല, കൃഷിനാശം നടത്തുന്ന മൃഗങ്ങളെയും ഈ ഗണത്തിൽ പെടുത്തണമെന്നൊരു നിലപാട് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അത് നമ്മൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യും. ഇനങ്ങൾ ചട്ടത്തിൽ വേണമെങ്കിൽ വരുത്താം, ബില്ലിൽ തന്നെ മാറ്റം വരുത്തുന്ന നിയമസഭയിൽ നിന്ന് സബ്ജക്ട് കമ്മിയിൽ നിന്ന് മാറ്റം വരുത്താം. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എപ്പോഴും കേരള ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ഒരു പൂർണ്ണ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വസ്തുത നിലനിൽക്കുന്നു. ഇപ്പം കാട്ടുപന്നിയുടെ കാര്യത്തിൽ തന്നെ അതിന് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞതിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസൽ ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല കേന്ദ്രം. അപ്പോൾ 2024 തന്നെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ കാര്യത്തിൽ അയവുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നും അതിലേക്ക് സഹായകമാം വിധത്തിൽ 72-ൽ പാസാക്കിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടത്. ആ കാലോചിതമായ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിലെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ആവശ്യം. ഈ രണ്ട് പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരള നിയമസഭ ഒരു പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കിയത്. ആ പ്രമേയം പാസ്സാക്കിയതിന് ശേഷവും ഞങ്ങൾ പലവട്ടം കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചെങ്കിലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്ന് ന്യായം പറഞ്ഞ് ആ ആവശ്യത്തിന് നേരെ മുഖം തിരിക്കുകയാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ ചെയ്തത്.